ഹായ് ഫ്രണ്ട്സ്, മാർവലസ് കുക്കി സ്കിൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ചാനലിൽ 500 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങളോട് സഹകരിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. തുടർന്നും നിങ്ങളുടെ സ്നേഹവും സഹകരണവും പ്രതീക്ഷിക്കുന്നു. 500 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞതിൻ്റെ ഭാഗമായി നമ്മുടെ ചാനലിൽ തുടക്കം മുതൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള 14 ഷേക്കുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണിത്. നിങ്ങൾ ഈ ഒറ്റ വീഡിയോ കണ്ടാൽ മാത്രം 14 ഷേക്കുകൾ തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വീഡിയോകളിലേക്ക് നമുക്ക് പോകാം. അതിനായി ഞാൻ ഇന്നിവിടെ എടുത്തിരിക്കുന്നത് ഒരു ഡയറി മിൽക്ക്, കുറച്ച് സ്പ്രിങ്കിൾസ്, കൊക്കോ പൗഡർ 2 സ്പൂൺ, 100 ഗ്രാം ഓറിയോ, ചോക്ലേറ്റ് സിറപ്പ്, 1/2 ലിറ്റർ കട്ടിപ്പാൽ എന്നിവയാണ്. ആദ്യമായി ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് പാലെടുത്ത് വച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ഓറിയോ നുറുക്കി ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ ആദ്യം എടുത്ത് മാറ്റി വച്ചിരുന്ന കൊക്കോ പൗഡർ, ഡയറി മിൽക്ക്, 4 സ്പൂൺ പഞ്ചസാര എന്നിവ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് മിക്സിയുടെ ജാർ ഒന്ന് അടച്ച് നന്നായി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നമ്മുടെ ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് മിക്സി ഓഫ് ചെയ്യാം. നമ്മുടെ ഷേക്ക് 2 ഗ്ലാസ്സുകളിലേക്ക് മാറ്റാം. നമ്മുടെ ഷേക്ക് ഒഴിക്കുന്നതിന് മുമ്പ് നമ്മുടെ ഗ്ലാസ്സിനെ നമുക്ക് ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ച് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ 2 ഗ്ലാസ് ചോക്ലേറ്റ് സിറപ്പൊക്കെ ഒന്ന് ഒഴിച്ച് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് വച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മുടെ ഷേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് നമ്മുടെ ഷേക്കിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓറിയോ നുറുക്കിയിടാം. കുറച്ച് ഡയറി മിൽക്കിൻ്റെ പീസുകൾ വെച്ച് കൊടുക്കാം. അതിന് മുകളിലേക്ക് നമുക്ക് കുറച്ച് സ്പ്രിങ്കിൾസ് വിതറിയിടാം. ഇനി നമുക്ക് കുറച്ച് ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ച് ഒന്നുകൂടെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ചോക്ലേറ്റ് മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിനായി ഞാനിന്നിവിടെ എടുത്തിരിക്കുന്നത് 3 സ്പൂൺ പഞ്ചസാര, 3 മാമ്പഴം, കട്ടപ്പാൽ എന്നിവയാണ്. മാമ്പഴം ഞാൻ തൊലി കളഞ്ഞ് പീസാക്കി വെച്ചിട്ടുണ്ട്. ആദ്യമായി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് മാമ്പഴം ഇട്ട് കൊടുക്കാം, പഞ്ചസാര ഇട്ട് കൊടുക്കാം, കട്ടപ്പാൽ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മിക്സിയുടെ ജാറൊന്ന് അടച്ച് നന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കാം. നമ്മുടെ മാമ്പഴം ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് 2 ഗ്ലാസ്സുകളിലേക്ക് മാറ്റാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ മാമ്പഴം ഷേക്ക് ഞാൻ 2 ഗ്ലാസ്സുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിനായി ഞാനിന്നിവിടെ എടുത്തിരിക്കുന്നത് 150 ഗ്രാം ഓറിയോ, മിൽക്ക് മെയ്ഡ്, ഗാർണിഷ് ചെയ്യുന്നതിനായി കുറച്ച് ജെംസും 2 പീസ് ഓറിയോയും എടുത്തു വച്ചിട്ടുണ്ട്. കൂടാതെ കട്ടിപ്പാലാണ്, 1 പാക്കറ്റ് കട്ടിപ്പാൽ എടുത്തിട്ടുണ്ട്. ആദ്യമായി ഞാൻ ജാറിലേക്ക് കട്ടിപ്പാൽ ഇട്ട് വച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഈ ഓറിയോ ഒന്ന് പൊട്ടിച്ച് ഇടുകയാണ്. ഇതിലേക്ക് ഞാൻ ഒരു 2 സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഞാൻ കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കുകയാണ്. നമുക്ക് മിക്സിയുടെ ജാറൊന്ന് അടച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നമ്മുടെ ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് 2 ഗ്ലാസ്സിലേക്ക് മാറ്റാം. നമ്മൾ ഷേക്ക് 2 ഗ്ലാസ്സുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് കുറച്ച് ഓറിയോ പൊടിച്ച് മുകളിലിട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് ജെംസൊക്കെ ഒന്ന് വെച്ച് ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഓറിയോ മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിനായി ഞാനിന്നിവിടെ എടുത്തിരിക്കുന്നത് കട്ടിപ്പാൽ 500 മില്ലി, 2 ചെറിയ ഡ്രാഗൺ ഫ്രൂട്ട്, പഞ്ചസാര എന്നിവയാണ്. മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ എടുത്തു വച്ചിരുന്ന ഡ്രാഗൺ ഫ്രൂട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം, പഞ്ചസാര ഇട്ട് കൊടുക്കാം, കട്ടിപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നന്നായി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് കൊണ്ടുള്ള മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് 2 ഗ്ലാസ്സുകളിലേക്ക് മാറ്റാം.
അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് കൊണ്ടുള്ള മിൽക്ക് ഷേക്ക് ഞാൻ 2 ഗ്ലാസ്സുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിനായി ഞാൻ എടുത്തിരിക്കുന്നത് 3 ക്യാരറ്റ്, കുറച്ച് പപ്പായ, കുറച്ച് കാഷ്യൂനട്ട്, കുറച്ച് കിസ്മിസ്, കുറച്ച് പോമിഗ്രനേറ്റ്, വാനില ഐസ്ക്രീം എന്നിവയാണ്. ആദ്യമായി നമുക്ക് സ്റ്റൗവിലേക്ക് ഒരു പാത്രം വെച്ച് കൊടുക്കാം. അതിൽ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 3 ക്യാരറ്റ് എടുത്തിരിക്കുന്നത് വെച്ച് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് പുഴുങ്ങിയെടുക്കാം. ക്യാരറ്റ് ഞാൻ നന്നായി വേവിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ക്യാരറ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വച്ചിരുന്ന പപ്പായ ഇട്ട് കൊടുക്കാം. വേവിച്ച് കട്ട് ചെയ്തെടുത്ത് വച്ചിരുന്ന ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മിക്സിയുടെ ജാർ അടച്ച് നന്നായി ഒന്നരച്ചെടുക്കാം. ക്യാരറ്റ് നന്നായി അരഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിനി മിക്സിയുടെ ജാറ് ഓപ്പൺ ചെയ്ത് അതിലേക്ക് നമ്മൾ എടുത്ത് വച്ചിരുന്ന കട്ടിപ്പാൽ ഇട്ട് കൊടുക്കാം. 3 സ്കൂപ്പ് ഐസ്ക്രീം ഇട്ട് കൊടുക്കാം. 3 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മിക്സിയുടെ ജാർ അടച്ച് നന്നായി ഒന്നടിച്ചെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ പപ്പായ ക്യാരറ്റ് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് 2 ഗ്ലാസ്സുകളിലേക്ക് മാറ്റാം. നമ്മുടെ പപ്പായ ക്യാരറ്റ് ഷേക്ക് ഞാൻ 2 ഗ്ലാസ്സുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ടോപ്പിംഗ്സായി നമുക്ക് ഷേക്കിലേക്ക് കുറച്ച് പൊമിഗ്രനേറ്റ്, കാഷ്യൂനട്ട്, കിസ്മിസ് എന്നിവ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ പപ്പായ ക്യാരറ്റ് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിനായി ഞാനിന്നിവിടെ എടുത്തിരിക്കുന്നത് 3 സ്പൂൺ പഞ്ചസാര, കട്ടിപ്പാൽ, 3 ചിക്കു എന്നിവയാണ്. ചിക്കു ഞാൻ തൊലിയും കുരുവും കളഞ്ഞ് റെഡിയാക്കി വച്ചിട്ടുണ്ട്. ഈ ഫ്രൂട്ടിന് ചിക്കു എന്നും സപ്പോട്ട എന്നും പേരുണ്ട്. ആദ്യമായി മിക്സിയുടെ ജാറിലേക്ക് ഞാൻ കട്ടിപ്പാൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ റെഡിയാക്കി വച്ചിരുന്ന ചിക്കു ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി മിക്സിയുടെ ജാറൊന്ന് അടച്ച് നന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കാം. നമ്മുടെ ചിക്കു ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് 2 ഗ്ലാസ്സുകളിലേക്ക് മാറ്റാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ചിക്കു ഷേക്ക് ഞാൻ 2 ഗ്ലാസ്സുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഷേക്ക് ഉണ്ടാക്കാൻ വേണ്ടത് ഞാലിപ്പൂവൻ പഴം ഞാൻ 5 എണ്ണം എടുത്തിട്ടുണ്ട്. ചെറിയ പഴമായതുകൊണ്ടാണ്. പിന്നെ കാഷ്യൂനട്ട് എടുത്തിട്ടുണ്ട്, പഞ്ചസാര എടുത്തിട്ടുണ്ട്, ബൂസ്റ്റ് എടുത്തിട്ടുണ്ട്, കട്ടിപ്പാൽ 1 പാക്കറ്റ് എടുത്തിട്ടുണ്ട്. ജാറിൽ കട്ടിപ്പാൽ ഇട്ട് വച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ ഞാലിപ്പൂവൻ പഴം ഞാൻ 2 പീസായിട്ട് മുറിച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ്. പിന്നെ പഞ്ചസാര ഒരു 3 സ്പൂൺ എടുത്തിട്ടുണ്ട്. കുറച്ച് കാഷ്യൂനട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ പാക്കറ്റ് ബൂസ്റ്റ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്യാം. നമ്മുടെ ഷേക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് 2 ഗ്ലാസ്സുകളിലേക്ക് മാറ്റാം. ഷേക്ക് നമ്മൾ ഗ്ലാസ്സിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കുറച്ച് ബൂസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് കാഷ്യൂനട്ട് ഇടുകയാണ്. ഐസ്ക്രീം ഇഷ്ടമുള്ളവർക്ക് ഇതിലേക്ക് ഐസ്ക്രീം ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനായി ഞാൻ ഇന്നിവിടെ എടുത്തിരിക്കുന്നത് 3 സീതപ്പഴം, 3 സ്പൂൺ പഞ്ചസാര, 500 മില്ലി പാല് എന്നിവയാണ്. ആദ്യമായി നമുക്ക് സീതപ്പഴം കുരു കളഞ്ഞ് എടുക്കാം. ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് പാലൊഴിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുരു കളഞ്ഞ സീതപ്പഴം ഇട്ട് കൊടുക്കാം. പഞ്ചസാര ഇട്ട് കൊടുക്കാം. തണുപ്പ് കിട്ടുന്നതിനായി ഞാനൊരു 3 ഐസ് ക്യൂബ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാറൊന്നടച്ച് നന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ സീതപ്പഴം ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് 2 ഗ്ലാസ്സുകളിലേക്ക് മാറ്റാം. നമ്മുടെ സീതപ്പഴം ഷേക്ക് 2 ഗ്ലാസ്സുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുരുകളഞ്ഞ കുറച്ച് സീതപ്പഴം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അതിനായി ഞാനിന്നിവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് തണ്ണിമത്തങ്ങ കുരു കളഞ്ഞ് മുറിച്ച് വെച്ചിട്ടുണ്ട്, 3 ഏലക്ക, 3 സ്പൂൺ പഞ്ചസാര, മിൽക്ക് മെയ്ഡ്, 500 മില്ലി കട്ടപ്പാൽ എന്നിവയാണ്.
കട്ടപ്പാൽ ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കട്ട് ചെയ്ത് വെച്ചിരുന്ന തണ്ണിമത്തങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഏലക്ക ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മിക്സിയുടെ ജാറൊന്ന് അടച്ച് നന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരുന്ന പഞ്ചസാര ഇട്ട് കൊടുക്കാം. കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കാം. ഇനി മിക്സിയുടെ ജാറൊന്ന് അടച്ച് നന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ തണ്ണിമത്തൻ ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് 2 ഗ്ലാസ്സുകളിലേക്ക് മാറ്റാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ തണ്ണിമത്തൻ ഷേക്ക് ഞാൻ 2 ഗ്ലാസ്സുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിനായി ഞാനിന്നിവിടെ എടുത്തിരിക്കുന്നത് 2 അവക്കാഡോ, 3 സ്പൂൺ പഞ്ചസാര, കട്ടപ്പാൽ എന്നിവയാണ്. അവക്കാഡോ ഞാൻ കുരുവും തൊലിയും കളഞ്ഞ് റെഡിയാക്കി വച്ചിട്ടുണ്ട്. ആദ്യമായി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് അവക്കാഡോ ഇട്ട് കൊടുക്കാം. പഞ്ചസാര ഇട്ട് കൊടുക്കാം. കട്ടപ്പാൽ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മിക്സിയുടെ ജാറൊന്ന് അടച്ച് നന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ അവക്കാഡോ ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് 2 ഗ്ലാസ്സുകളിലേക്ക് മാറ്റാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ അവക്കാഡോ ഷേക്ക് ഞാൻ 2 ഗ്ലാസ്സുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിനായി ഞാനിന്നിവിടെ എടുത്തിരിക്കുന്നത് 500 മില്ലി പാല്, 3 സ്പൂൺ പഞ്ചസാര, 1 കരിക്ക് എന്നിവയാണ്. ആദ്യമായി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് കരിക്കിൻ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമുക്ക് കരിക്കിട്ട് കൊടുക്കാം. പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മിക്സിയുടെ ജാർ അടച്ച് നന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കാം. നന്നായി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി കട്ടപ്പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി മിക്സിയുടെ ജാർ അടച്ച് നന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ കരിക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് 2 ഗ്ലാസ്സുകളിലേക്ക് മാറ്റാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ കരിക്ക് ഷേക്ക് ഞാൻ 2 ഗ്ലാസ്സുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിനായി ഞാനിന്നിവിടെ എടുത്തിരിക്കുന്നത് ഒരു ചെറിയ ഷമാം, 3 സ്പൂൺ പഞ്ചസാര, കട്ടപ്പാൽ എന്നിവയാണ്. ഷമാം ഞാൻ കുരുവും തൊലിയും എല്ലാം കളഞ്ഞ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പഞ്ചസാര ഇട്ട് കൊടുക്കാം. കട്ടപ്പാൽ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മിക്സിയുടെ ജാർ അടച്ച് നന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഷമാം ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് 2 ഗ്ലാസ്സുകളിലേക്ക് മാറ്റാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഷമാം ഷേക്ക് ഞാൻ 2 ഗ്ലാസ്സുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിനായി ഞാനിന്നിവിടെ എടുത്തിരിക്കുന്നത് ഒരു അവക്കാഡോ കുരുവും തൊലിയും കളഞ്ഞ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഹാഫ് മാത്രമാണ് ഞാൻ ഷേക്കിലേക്ക് ഉപയോഗിക്കുന്നുള്ളൂ. ഷമാം തൊലിയും കുരുവും കളഞ്ഞ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെയും ഹാഫ് മാത്രമാണ് ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ. 2 മാമ്പഴം തൊലിയും കുരുവും കളഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെയും ഹാഫ് മാത്രമാണ് ഞാൻ എടുക്കുന്നുള്ളൂ. 2 സ്പൂൺ പഞ്ചസാര, 500 മില്ലി കട്ടപ്പാൽ എന്നിവയാണ്. ആദ്യമായി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് മാമ്പഴം ഇട്ട് കൊടുക്കാം. അവക്കാഡോ ഇട്ട് കൊടുക്കാം. ഷമാം ഇട്ട് കൊടുക്കാം. കട്ടപ്പാൽ ഇട്ട് കൊടുക്കാം. പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മിക്സിയുടെ ജാർ അടച്ച് നന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ മിക്സഡ് ഫ്രൂട്ട് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് 2 ഗ്ലാസ്സുകളിലേക്ക് മാറ്റാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ മിക്സഡ് ഫ്രൂട്ട് ഷേക്ക് ഞാൻ 2 ഗ്ലാസ്സുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിനായി ഞാനിന്നിവിടെ എടുത്തിരിക്കുന്നത് 500 മില്ലി കട്ടിപ്പാൽ, 2.5 സ്പൂൺ പഞ്ചസാര, 4 ഏലക്ക, 1 മധുരക്കിഴങ്ങ്, മിൽക്ക് മെയ്ഡ് എന്നിവയാണ്. ആദ്യമായി നമുക്ക് മധുരക്കിഴങ്ങ് ഒന്ന് നന്നായി കഴുകി മുറിച്ചെടുത്ത് ആവിയിൽ പുഴുങ്ങിയെടുക്കാം. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് കട്ടപ്പാൽ ഇട്ട് കൊടുക്കാം. പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഏലക്ക തൊലി കളഞ്ഞ് ഒന്ന് പൊട്ടിച്ച് ഇട്ട് കൊടുക്കാം. മധുരക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം.
മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് മിക്സിയുടെ ജാറൊന്നടച്ച് നന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ മധുരക്കിഴങ്ങ് കൊണ്ടുള്ള ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് 2 ഗ്ലാസ്സുകളിലേക്ക് മാറ്റാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ മധുരക്കിഴങ്ങ് കൊണ്ടുള്ള ഷേക്ക് ഞാൻ 2 ഗ്ലാസ്സുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ 14 ഷേക്കുകളുടെയും വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വ്യത്യസ്തമായ വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോകളുമായി വീണ്ടും കാണാം. ബൈ.